ശരി, വി എ ഗിരീഷും ചേരുകയാണ്. ജോയിയുടെ വീട്ടിന് മുന്നിലാണ് ഗിരീഷ് ഉള്ളത്. ഗിരീഷ്, വീട്ടുകാർ എന്താണ് പറയുന്നത്? വേണു, വീട്ടുകാർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാറേമുട്ടത്തെ ജോയിയുടെ സഹോദരൻ്റെ വീട്ടിന് മുമ്പിലാണ്. ജോയിയും അമ്മയും താമസിച്ചുകൊണ്ടിരുന്നത് ഇതിന് മുകളിലുള്ള ഒരു വീട്ടിലാണ്. അത് ഒരു ചെറിയ ഒരു വീടാണ്. ഹോളോ ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച് ഒരു ഷീറ്റിട്ട 2 മുറി വീട് മാത്രമാണത്. അമ്മയും ജോയിയും അവിടെയായിരുന്നു താമസം. അപ്പോൾ ജോയിയെ കാണാനില്ല എന്ന് അറിഞ്ഞ് ഇന്നലെ ഉച്ച മുതൽ അമ്മ ഈ സഹോദരൻ്റെ വീട്ടിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോയിയുടെ സഹോദരിമാരും എല്ലാം ദൂരദേശങ്ങളിലായിരുന്നു. അവരെല്ലാവരും വന്നിട്ടുണ്ട്. അവരിപ്പോഴും പറയുന്നത് ജോയി മടങ്ങി വരും. കാരണം എന്ത് ജോലി ചെയ്യാനും മടിയില്ലാതിരുന്ന ഒരാളാണ് ജോയി. എങ്ങനെയും കുടുംബം പുലർത്തുക എന്നുള്ളതായിരുന്നു ജോയിയുടെ ഒരു ലക്ഷ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ പോലും മറ്റ് പല ജോലികൾക്കും പോയി ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഒരാളാണ്. അത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ജോലികൾക്ക് ജോയി പോയിട്ടുണ്ട്. കരാറുകാർ വന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ മാലിന്യം നീക്കുന്നതിന് ഉൾപ്പെടെയുള്ള ജോലികൾക്കായി ജോയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോയിക്ക് മാത്രമല്ല, ജോയിക്ക് നന്നായി നീന്തറിയാം. തൊട്ടപ്പുറത്തുള്ള ആറ്റിലൂടെയൊക്കെ ഒഴുക്കത്ത് തേങ്ങയൊക്കെ ഒഴുകി വീഴുമ്പോൾ അത് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ജോയിക്ക് നല്ല നീന്തലറിയാം. അതുകൊണ്ട് തന്നെ ജോയി മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അമ്മയും സഹോദരങ്ങളുമെല്ലാം സഹോദരങ്ങൾക്കുമുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ MLA CK ഹരീന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഇവർ ഓരോ നിമിഷവും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പുരോഗതി എന്താണെന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠയിലാണ്. ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ സ്ഥലത്തെത്തുകയുണ്ടായി. ജോയിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങളൊക്കെ എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജോയിയും അമ്മയുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയുടെ ഏക പ്രതീക്ഷയും ജോയിയായിരുന്നു. അമ്മ കഴിഞ്ഞു വന്നതും ജോയി കൊണ്ടുവരുന്ന ഈ ഓരോ ദിവസവും ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഈ തുക ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വലിയൊരു ഷോക്ക് തന്നെയാണ് ജോയിയെ ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി, അല്ലെങ്കിൽ ഇന്നലെ ഉച്ച മുതലാണ് ഈ വാർത്ത ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. അന്നേരം മുതൽ തന്നെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെയായി ഈ അമ്മ കാത്തിരിക്കുകയാണ്. വേണു, ശരി, വി എ ഗിരീഷാണ് ജോയിയുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്.